ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ക്ലോക്കിൽ നോക്കിയിരിക്കുകയാണ്, 6 മണിയാവാൻ 5 മിനിറ്റ് ഉണ്ട്. വൈകുന്നേരം അല്ല കേട്ടോ, കാലത്ത്. അപ്പോൾ എങ്ങോട്ടാണ് ഈ ഒരുങ്ങി പുറപ്പെട്ടിരിക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ പൂരത്തിനൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. പൂരം കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോവുകയാണ്. പൂരം കഴിഞ്ഞ് 2 ദിവസമായിട്ടുള്ളൂ. അതിൻ്റേതായ തിരക്കൊക്കെ ഉണ്ടാവും. അത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ആദ്യം ഞങ്ങൾ പോയത് തിരുവമ്പാടിയിലേക്കാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് തൊഴുതിട്ട് അങ്ങനെ വടക്കുന്നാഥനിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ മുന്നേ ഒരു പ്രാവശ്യം പോയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്നും മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സാധനങ്ങളുടെ വിലയൊക്കെ ചോദിച്ച് വെച്ചിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ കിഴക്കേ നടക്കിലുള്ള നടപ്പന്തലാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ നടപ്പന്തല കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കെട്ടിയതും പുറത്ത് കെട്ടിയിട്ടുള്ള പന്തലുകളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പൂരമൊക്കെ കഴിഞ്ഞ് 2 ദിവസമായി. ഞാൻ പറഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയോണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ചെറുതായിട്ട് ഇങ്ങനെ മങ്ങൽ പോലെ ഉണ്ട്. എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ചില സമയങ്ങളിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അത് ആകെ കിടന്ന് മങ്ങിയിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അത് ശരിയാവുള്ളൂ. ഫോണൊക്കെ മാറ്റാറായിട്ടുണ്ട്. ഫോണിന് ഭയങ്കരമായിട്ട് സ്റ്റക്കാവുക, പിന്നെ വീഡിയോസ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ട്, അങ്ങനെ ആകെപ്പാടൊരു ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ വടക്കുന്നാഥൻ്റെ അമ്പലത്തിൻ്റെ കിഴക്കേ നടക്കിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എനിക്ക് മനസ്സിലായി അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ തിരക്കുണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ നടന്നു. അവിടെ പോയിട്ട് പുറത്ത് ചെരുപ്പ് ഊരി വെക്കണം. അപ്പോൾ അവിടെ പോയിട്ട് ചെരുപ്പൊക്കെ ഊരി വെച്ച്. അപ്പോൾ അവിടെ ഒരു സ്വാമി ഉണ്ട്. ഒരുപാട് വർഷമായി കേട്ടോ ആ സ്വാമി അവിടെ. താടിയും മുടിയൊക്കെ വന്നിട്ട് ഒരു പാവം മനുഷ്യനാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ആൾക്ക് ദേഷ്യം വന്നിട്ട് ആൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറയും കേട്ടോ. പുറത്തുനിന്ന് ഫോട്ടോ എടുക്കണതിനല്ല, അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കണതിന് കുറേ പേരെന്നൊക്കെ ചീത്തയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. വടക്കുന്നാഥൻ എന്ന് പറയുന്നത് എല്ലാ അമ്പലങ്ങളും അതിൻ്റേതായ മൂല്യമുള്ളത് തന്നെയാണ്. നമ്മൾ വടക്കുന്നാഥൻ്റെ മുറ്റത്തേക്ക് വരുമ്പോൾ അതൊരു പ്രത്യേക ഒരു അനുഭൂതിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അമ്പലത്തിൽ പൂരത്തിൻ്റെ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിനുള്ളൊക്കെ കയറി തൊഴുതു. അമ്പലത്തിൻ്റെ ഒരു നടക്കിൽ കൂടെ തന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ നടന്നു അങ്ങോട്ട് പാറമേക്കാവിലേക്ക്. പാറമേക്കാവിലും പോയി തൊഴുതു. അവിടെ കുറച്ച് നേരം ഇരുന്നു. നമ്മൾ തിരിച്ച് വീണ്ടും, അതായത് വടക്കുന്നാഥൻ അമ്പലം മുഴുവനായിട്ട് നമ്മൾ എന്താ പറയുക, പ്രദക്ഷിണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ പാറമേക്കാവിലേക്കുള്ള നടയിൽ കൂടെ നമ്മൾ ഇറങ്ങി വന്നിട്ട് പാറമേക്കാവിൽ തൊഴുതിട്ട് വീണ്ടും നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ അവിടെ തൊഴുത് മുഴുവനാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാറമേക്കാവ് അമ്പലത്തിൻ്റെ അവിടേക്ക് തുറന്നിട്ടുള്ള നടയാണ് കേട്ടോ അത്. ആ നടക്കിൽ കൂടെ നമ്മൾ വീണ്ടും തിരിച്ച് കയറുകയാണ്. അപ്പോൾ പാറമേക്കാവിലേക്ക് നടന്നു, അമ്പലത്തിൻ്റെ ഉള്ളിലും നടന്നു. ഇന്നത്തെ ദിവസം ഒരുപാട് നടന്നു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അങ്ങനെ പോയോണ്ടിരിക്കുന്ന തൊട്ടപ്പുറത്ത് തന്നെ എക്സിബിഷൻ ഹാളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലായി തിരിച്ച് വരുമ്പോൾ അമ്പലം തൊഴുതിട്ട് തിരിച്ച് വരുമ്പോൾ വേണമല്ലോ അങ്ങോട്ട് കയറാൻ. അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി തൊഴുതിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കാരണം കാലത്ത് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരു പരിപ്പ് വടയും ചായയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ശങ്കരേട്ടൻ തൊട്ടപ്പുറത്ത് നിന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തപ്പോൾ ആളവിടെ നിന്നിട്ട് ചുട്ട ഷോ കണ്ട, ഭയങ്കരമായിട്ട് ഷോ കാണിക്കുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച നേരെ വീണ്ടും നടന്നു അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നടന്നിട്ട്. കാരണം വണ്ടി അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ ഒക്കെയും പൈസ കൊടുക്കണേ. അപ്പോൾ ആൾ ലാഭിക്കാൻ നോക്കിയതാ. അങ്ങനെ നടന്നിട്ട് മനുഷ്യൻ്റെ പണി തീർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ എക്സിബിഷൻ ഹാളിലേക്ക് പോയി. അവിടെ എന്താ നിസ്സാരമായിട്ട് 35 രൂപയാണ് അങ്ങനെ അങ്ങോട്ട് ഉള്ളൂ കേട്ടോ ഒരാൾക്ക് ടിക്കറ്റിന്. അങ്ങനെ ആ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ എക്സിബിഷൻ ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സാധനങ്ങൾ മേടിക്കണം എന്നുള്ള ഒരു സംഭവമൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച ടിക്കറ്റ് ആ ചേട്ടൻ നിസ്സാരമായിട്ട് അവിടെ നിന്നിട്ട് അങ്ങോട്ട് കയറി. അത് കണ്ടപ്പോഴേക്ക് ചെറുതായിട്ട് ദേഷ്യം വന്നു. ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്ന സാധനമായിരുന്നു ഇത്. തലയണയല്ല, കുഷ്യനാണ്. പക്ഷേ ഞാനത് തലയണയായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളിത് മേടിച്ച് കഴിഞ്ഞ് കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ മേടിച്ച് കഴിഞ്ഞ് ഇതുകൊണ്ട് നടക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഞാൻ തിരിച്ച് പോകുമ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പം നല്ല ഭംഗിയിൽ മറ്റേ ടർക്കിയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ 3 തലവണ കിടക്കുന്നുണ്ട്. അതിനെത്രയാണെന്ന് ചോദിച്ചപ്പോൾ 300 രൂപയാവെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. 300 രൂപയാവെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. അല്ലാതെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പൈസ ചിലവാക്കേണ്ടി വരുമല്ലോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ ഇതിവിടെ വില ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല വില ഉണ്ട് കേട്ടോ. അതിന് 250 രൂപ പറഞ്ഞു. അപ്പോൾ എൻ്റെ കിളി പോയിട്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചോളാൻ പറഞ്ഞു. അത് കേടുകൂടാതെ അവിടെ വെച്ചോ ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. കുറേ സാധനങ്ങൾ കണ്ടു, കളിപ്പാട്ടങ്ങൾ. കുട്ടികളേനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെയാണ് ആൾക്കാർ പോണത്?
പോരാൻ പറ്റില്ല, ഒരു ലോഡ് സാധനങ്ങളുണ്ട്. വലിയ ആൾക്കാർക്ക് തന്നെ അവിടെ കണ്ടിട്ട് സകലമാന സാധനങ്ങൾ മേടിച്ചിട്ട് വരണം. അവർ ചാക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ നിരത്തി മേടിച്ചിട്ട് പോരാം എന്നുള്ളൊരു മനോഭാവമാണ് നമ്മുടെയൊക്കെ. അപ്പോൾ പിള്ളേരെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ട് ആകൂടി മേടിച്ചത് ഈ കിടക്കുന്ന കൈയിൻ്റെ മുകളിൽ ഇടുന്നൊരു കൈ ചെയ്യുമ്പോഴത്തെ സംഭവമാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത്. അങ്ങനെ പോകുമ്പോൾ 100 രൂപയ്ക്ക് 3 മുറം അതൊക്കെ കണ്ടു. അപ്പോൾ പൈസ ഇല്ലാത്തതിൻ്റെ പുറത്ത് നമ്മളതൊന്നും മേടിച്ചില്ല. അങ്ങനെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണിന് ആനന്ദമേകുന്ന ഒരുപാട് സാധനങ്ങൾ അവിടെ കണ്ടു. എല്ലാം കണ്ടപ്പോൾ അതെല്ലാം മേടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പാത്രങ്ങൾ, പിന്നെ കുപ്പി ഗ്ലാസ്സുകൾ, ഇതൊക്കെ ഞാൻ 2 വർഷം മുന്നത്തെ എക്സിബിഷന് വന്നപ്പോൾ ഇതിൽ നിന്ന് ഒരു 5 ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു കൊണ്ടായിരുന്നു. ആ ഗ്ലാസ് ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ അതിലിപ്പോഴും ചായ കുടിക്കുന്നുണ്ട്. പിന്നെ നല്ല നല്ല ഭംഗിയുള്ള കുപ്പി ഗ്ലാസ്സുകൾ, കാര്യങ്ങൾ, ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ജ്യൂസ് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ചില്ല് ഗ്ലാസ്സൊക്കെ ഉപയോഗം വരും. അങ്ങനെ നോക്കുമ്പോൾ ചെറിയ ചെറിയ ജാറുകളൊക്കെ കണ്ടു. അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഭരണികൾ. തൊട്ടപ്പുറത്ത് പിന്നെ ഡ്രസ്സിൻ്റെ ഭയങ്കര കളക്ഷനായിരുന്നു. ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡ്രസ്സിൻ്റെ ഭാഗത്തേക്ക് പോയില്ല കേട്ടോ. ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ മൈൻഡിലേ വെച്ചില്ല. കാരണം ഒരു പ്രാവശ്യം ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അതിൻ്റെ എലാസ്റ്റിക്കൊക്കെ അഴഞ്ഞ് ആകെ നാശകൊളമായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കഴിഞ്ഞ പ്രാവശ്യം കണ്ടുവെച്ച് പോയൊരു സാധനമാണ് ഈ മുടിക്കായ. ഈ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ മേടിക്കാമെന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് അത്ര പെർഫെക്ഷനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ തൊട്ടപ്പുറത്ത് കൂടി നോക്കിയിട്ട് വാങ്ങിക്കാം, തീരെ നിവർത്തിയില്ലെങ്കിൽ തന്നെ മേടിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഒരുപാട് മിഠായികളും കാര്യങ്ങളൊക്കെ കണ്ടു. ഒന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോകുമായിരുന്നു. കുറേ മിഠായികളുണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം നല്ല വിലയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി. പിന്നെ മേടിച്ചൊരു സംഭവം എന്ന് പറയണത് ഈ കുന്തിരിക്കം പോയിക്കുന്നതാണ്, നമ്മുടെ ക്ലാസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതൊരെണ്ണം വാങ്ങിച്ചു. ആ സംഭവം മേടിച്ചില്ല കേട്ടോ. ഇത് മേടിച്ചില്ല. അത് പുകയ്ക്കാനുള്ള ആ മണ്ണിൻ്റെ കലം മാത്രമേ മേടിച്ചുള്ളൂ. അങ്ങനെ അവിടുത്തെ ചേട്ടനോട് കുറച്ച് നേരം വായിട്ടലച്ച് വർത്താനം പറഞ്ഞ് അങ്ങനെ പോവാണ്. അപ്പോൾ കൂളിംഗ് ഗ്ലാസ്, തൊപ്പി, ഇതൊക്കെ കാണാനുണ്ട്. പിന്നെ വാങ്ങിച്ചത് ഇതാണ്, ഫേസ് വാഷ്. അപ്പോൾ അതിന് എത്ര രൂപയാവും എന്നൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വില കേട്ടിട്ട് കിളി പോവുകയൊക്കെ ചെയ്തു. എന്നാൽ ആൾ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുടിക്കായുടെ സെക്ഷനിലേക്ക് വന്നപ്പോൾ അവിടെ ക്ലിപ്പ് മോഡലാണ് ഉള്ളത്, ബണ്ണ് മോഡലില്ല. അപ്പോൾ കുപ്പിയോളുണ്ടായിരുന്നു. കുപ്പിയോളം ഞാനൊരു സെറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയി, മറ്റേ സ്ഥലത്ത് തന്നെ മേടിക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചു പോയി. എന്നിട്ട് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഐസ്ക്രീം ഉണ്ട്, പിന്നെ ഫോണിൻ്റെ ഗ്ലാസ് വെക്കണതുണ്ട്, പല്ലീനെയും പാറ്റേനൊക്കെ കൊല്ലുന്ന മരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇതെന്താ ഈ പെണ്ണ് വീഡിയോ എടുത്ത് പോണേന്നുള്ളൊരു ആക്ഷൻ കാണിച്ചു. പിന്നെ ഫോട്ടോ ഫ്രെയിം, പിന്നെ ഫ്രൂട്ട്സ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. മാങ്ങയുണ്ട്, തണ്ണിമത്തണ്ട്, കണ്ണി കണ്ടതെല്ലാം ഉണ്ട്. അങ്ങനെ വീണ്ടും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അലങ്കാര വസ്തുക്കൾ ഒരുപാട് ഇങ്ങനെ തൂക്കിയിട്ടൊക്കെ കണ്ടു. അതൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വീടൊക്കെ വെക്കട്ടെ, അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിരുന്നത് കണ്ടിട്ടാ. ഇതൊക്കെ നമ്മുടെ ഓമന മാം ഉണ്ടാക്കട്ടെ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓമന മാം അങ്ങനത്തെ സംഭവം ഉണ്ടാക്കും, നെറ്റിപ്പട്ട ഉണ്ടാക്കും എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓമന മാമ വീഡിയോ കണ്ടിച്ചിങ്ങ ഓമന മാമേനെ ഞാൻ പൊക്കി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമാതിരി മിഠായികളും അതുമാതിരി കുറേ സംഭവങ്ങളങ്ങനെ കണ്ടു. അങ്ങനെ അതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. അതൊരു സെക്ഷൻ മാത്രമേ കണ്ടു കഴിഞ്ഞിട്ടുള്ളൂ. അവിടുന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാവക്കുട്ടികൾ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണ് അവിടേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആജാനുബാഹു പോലത്തെ ഒരു മനുഷ്യനവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആരാണ് എന്താണ് ഏതാണെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും അത് ഉണ്ടാക്കി വെച്ച ആളെ സമ്മതിക്കുക തന്നെ വേണം. അങ്ങനെ വീണ്ടും നടന്നു. ഇതിനുള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറിയാണ് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ മറ്റേ കൃഷിഭവൻ്റെ ആ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് തരം നെല്ല് ഇനങ്ങൾ, അതൊക്കെ കണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു. പിന്നെന്താണ് തൊട്ടപ്പുറത്ത് ഇതൊക്കെ ഇപ്പോൾ ഈ നെല്ലുകളൊന്നും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, പണ്ടുള്ളതാന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ കുരുമുളക്, പലതരം കുരുമുളകുകൾ ഗവേഷണം ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ട് വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോവാണ് ഉണ്ടായത്. അതിനുള്ള ഒരുപാട് സംഭവങ്ങൾ കണ്ടു കേട്ടോ. ചിലതിൻ്റെ ഒന്നും പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതെന്താ സംഭവം എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. അങ്ങനെ വീണ്ടും കുറേ സാധനങ്ങൾ, ഗുളികകൾ, അങ്ങനെ എന്തൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാണ്. അപ്പം തന്നെ വിശന്നിട്ട് ഒരു വിധമായിട്ടുണ്ടായിരുന്നു. വെള്ളം നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാലത്തൊരു പരിപ്പ് വട കഴിച്ചതാണ് കേട്ടോ. അത് വയറ്റിൽ കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ അടുത്തൊരു സംഭവത്തിൽ കയറിയപ്പോൾ അവിടെ ഒറിജിനൽ കുതിരയുടെ തല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. എന്താന്ന് നോക്കിയപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താ സംഭവം ഞാൻ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചതാണെന്ന് നോക്കുമ്പോൾ ഒറിജിനൽ താറാവായിരുന്നു. ആ താറാവിന് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ കണ്ടത്. അപ്പോൾ അത് തലയിട്ട ആൾക്കുണ്ടായിരുന്നത്, ഈശ്വര ഇത് ഒറിജിനൽ താറാവായിരുന്നു അല്ലേ എന്ന്.
അങ്ങനെ വീണ്ടും പോയി അവിടെ കോഴികൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും വിശപ്പിൻ്റെ വിളിയോ ഭയങ്കരമായിട്ട് തന്നെ അലട്ടുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ളൊരു സംഭവമായി. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ തലേണയൊക്കെ വാങ്ങിച്ച് നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാനൊരു സോഡ വാങ്ങിച്ച് കുടിച്ചായിരുന്നു കേട്ടോ. വയറ്റിൽ ഗ്യാസൊക്കെ കയറിയിട്ട് ഭയങ്കര അസ്വസ്ഥ ബുദ്ധിമുട്ടായിട്ട്. പിന്നെ നമുക്ക് ഉച്ചരിഞ്ഞ് വന്ന് അവിടെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ ഒരു ടൈമിന് ഫുഡ് കഴിച്ചില്ല വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ആ ഫുഡൊക്കെ പുറത്തേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നെഞ്ചരിച്ചിലും ആ ഗ്യാസിൻ്റെ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ലാവിഷ് ഹോട്ടലിൽ നിന്നാണ് ഫുഡ്. ലാവിഷ് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറാൻ വേണ്ടി മസ്റ്റാണ്. വേറെ ഹോട്ടലുകളൊന്നും ഇപ്പോൾ താല്പര്യമില്ലാത്ത പോലെ കേട്ടോ. അവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡാണ്. എവിടെ പോയാലും ഞാൻ മേടിക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അപ്പം ഞാൻ പതിവ് പോലെ അത് തന്നെ ഓർഡർ ചെയ്തു. അപ്പോൾ ശങ്കരായിട്ട് ഓർഡർ ചെയ്ത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് അടിച്ച് മാറ്റി കഴിക്കാമല്ലോ എന്നുള്ളൊരു രീതിയിൽ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടുത്തെ ബിരിയാണിയും അടിപൊളി തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ബിരിയാണി അങ്ങനെ ഇരുന്ന് ഫുള്ളായിട്ട് അങ്ങനെ കഴിക്കാനുള്ളൊരു ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തത്. പിന്നെ അവിടെ കയറിയിട്ട് ഞാൻ വേറെ ഫുഡൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഈ ഫ്രൈഡ് റൈസും ബിരിയാണി അല്ലാതെ ഞങ്ങൾ വേറെ ഫുഡൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ അതിന്ന് ലേശം വാങ്ങിച്ചിട്ട് ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി ആണെങ്കിലും ഫ്രൈഡ് റൈസ് ആണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്.